ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അരുണിമ മിസ് ആണ്. അപ്പൊ എല്ലാവരും എക്സാമിന്റെ കനത്ത പ്രിപ്പറേഷനിലായിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. ദ എസൻസ് ഓഫ് ചേഞ്ച്, മാറ്റത്തിന്റെ പൊരുൾ. നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ചാപ്റ്റർ ആണ്. അതിൽ തന്നെ എപ്പോഴും എക്സാമിന് ട്വിസ്റ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും, അതായത് രാസമാറ്റവും ഭൗതിക മാറ്റവും. ഇന്ന് മിസ് വന്നിരിക്കുന്നത് രാസമാറ്റവും ഭൗതിക മാറ്റവും എങ്ങനെ കൺഫ്യൂഷൻസ് ഇല്ലാതെ പഠിക്കാമെന്നുള്ള ഒരു അടിപൊളി കാര്യമായിട്ടാണ്. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? അപ്പൊ മക്കളെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച്, എന്താണ് ഫിസിക്കൽ ചേഞ്ച് അഥവാ ഭൗതിക മാറ്റം? ഭൗതിക മാറ്റമാണ് നടക്കുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ മാറ്റം നടന്നു കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ആള് പഴയ പോലെ തന്നെ എത്തുന്നു, അല്ലെ? നമ്മളിപ്പോ പറയാറില്ലേ, എവിടെയൊക്കെ പോയി കഴിഞ്ഞാലും ആള് തിരിച്ച് പഴയ ഇടത്തേക്ക് തന്നെ എത്തുന്നു. അങ്ങനെ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. നമ്മളിപ്പോ വെള്ളം ചൂടാക്കി എന്ന് വിചാരിച്ചോ, വെള്ളം ചൂടാക്കി കഴിഞ്ഞാൽ വെള്ളം എന്ത് ചെയ്യും? നീരാവിയായിട്ട് മാറും. അപ്പൊ അവിടെ എന്തുണ്ട്? അവസ്ഥയിൽ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ നീരാവിനെ നമ്മളൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നീരാവി എന്ത് ചെയ്യും? തിരിച്ച് വെള്ളമായിട്ട് തന്നെ മാറില്ലേ? താപനില കുറയുന്നതിനനുസരിച്ച് ആൾ എന്തായിട്ട് മാറും? ഈ പറഞ്ഞ പോലെ വെള്ളമായിട്ട് മാറും. ഇനി നമുക്ക് വെള്ളത്തിനെ നോക്കാം. വെള്ളത്തിനെ ഞാൻ നേരെ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചു. ഫ്രിഡ്ജിൽ വെച്ചാൽ ആൾ എന്തായി? ഐസായി, അല്ലെ? ലിക്വിഡ് ആയിട്ടുള്ള വെള്ളം എന്തായി? ഐസായിട്ട് മാറി. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഈ ഐസിനെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചാൽ ആൾ എന്തായിട്ട് മാറും? വെള്ളമായിട്ടല്ലേ മാറുക? സോ ചേഞ്ചസ് ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് സച്ച് ആസ് സ്റ്റേറ്റ്, ഷേപ്പ് ഓർ സൈസ് ഈസ് ടേംഡ് ആസ് ഫിസിക്കൽ ചേഞ്ച്. എക്സ്പാൻഷൻ, മെൽറ്റിംഗ്, ബ്രേക്കിംഗ്, ടിയറിംഗ് എക്സെട്ര ഓൾ ആർ ഫിസിക്കൽ ചേഞ്ചസ്, അല്ലെ? അതായത് നമ്മൾ ഒരു വസ്തുവിനെ ഉരുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പൊട്ടിച്ചാലോ കീറിക്കളഞ്ഞാലോ ഒക്കെ അത് എന്ത് മാത്രമേ ആവുള്ളൂ? ഫിസിക്കൽ ചേഞ്ചേ ആവുള്ളൂ. അപ്പൊ ഫിസിക്കൽ ചേഞ്ച് നടന്നാൽ ഒരിക്കലും പുതിയൊരു പദാർത്ഥവും ഉണ്ടായി വരുന്നില്ല, അല്ലെ? ഒരു പുതിയ പദാർത്ഥം ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതെന്താണ്? ഫിസിക്കൽ ചേഞ്ച് ആണ്. എങ്കിൽ അതേ സമയം നമ്മളോട് ചോദിക്കുക, അല്ലെ, ഫിസിക്കൽ ചേഞ്ച് ആവുമ്പോൾ പുതിയ പദാർത്ഥം ഉണ്ടാവുന്നില്ലെങ്കിൽ ചില മാറ്റങ്ങൾ നടക്കുമ്പോൾ നമുക്കറിയാം, അല്ലെ, പുതിയ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടായിട്ട് വരും. അങ്ങനെയുള്ള ചേഞ്ചസിനെ നമുക്ക് എന്ത് വിളിക്കാം എന്ന് ചോദിക്കില്ലേ? അവിടെയാണ് നമ്മൾ എന്ത് പറയേണ്ടത്? അതായത് പുതിയൊരു സബ്സ്റ്റൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എന്ത് തരം ചേഞ്ച് ആണ്? കെമിക്കൽ ചേഞ്ച് ആണ്. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ച ഫിസിക്കൽ ആയിട്ടുള്ള ചേഞ്ചസിന് കുറച്ച് എക്സാമ്പിൾ നോക്കി നോക്കാം. മെൽറ്റിംഗ് ഐസ്, അല്ലെ? ഐസ് ഉരുകുന്നത്. ബോയിലിംഗ് വാട്ടർ, വെള്ളം തിളയ്ക്കുന്നത്. ബ്രേക്കിംഗ് ഗ്ലാസ്. ചോപ്പിംഗ് വുഡ്, വുഡ് എന്താണ്? നമ്മളിങ്ങനെ കട്ട് അല്ലെ, കട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ്? അവസ്ഥയ്ക്ക് മാറ്റം വന്നില്ലേ? യെസ്. ഫോൾഡിംഗ് പേപ്പർ, ആകൃതി മാറിപ്പോയല്ലേ? ബ്രേക്കിംഗ് എഗ്, അപ്പോഴൊക്കെ എന്ത് ചെയ്തു? പുതിയ സാധനങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ആദ്യമുള്ളതിൽ നിന്നൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ പോലെ കുറച്ച് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാം? പഴയ രൂപത്തിലേക്ക് മാറ്റാം. ഇതാണ് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ചിത്രം ഒന്ന് നോക്കിക്കേ. ഇവിടെ മിസ് ഒരു പഞ്ചസാര എടുത്തിട്ട് അതിങ്ങനെ ചൂടാക്കാൻ തുടങ്ങാണ്. ചൂടാക്കി കഴിയുമ്പോൾ നോക്കിക്കേ, വെളുത്ത പഞ്ചസാരയുടെ കളർ ചേഞ്ചസിൽ ഇങ്ങനെ മാറ്റം വരുന്നതാണ് കാണുന്നത്. അപ്പൊ നല്ല വെളുത്ത പഞ്ചസാരയായിരുന്നു, നിറം മാറി 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 അവസാനം ചുവപ്പൊക്കെ ആവുന്നുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞ് നന്നായിട്ട് തീ പിടിച്ചു കഴിഞ്ഞാൽ അല്ലെ ആളെന്തായും കരിക്കട്ട പോലെ, അല്ലെ, കറുപ്പ് നിറത്തിലേക്ക് മാറും. അപ്പൊ അവിടെ എന്ത് ചെയ്തു? ആദ്യത്തെ വെളുത്ത പഞ്ചസാര ഇപ്പോൾ ഈ കരിക്കട്ടയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. പുതിയൊരു സബ്സ്റ്റൻസ് ആണ് ഉണ്ടായിരിക്കുന്നത്. ദ പ്രോസസ് ഇൻ വിച്ച് സബ്സ്റ്റൻസസ് ചേഞ്ചസ് ഇൻ ടു ന്യൂ സബ്സ്റ്റൻസ് ബൈ അബ്സോർബിംഗ് ഓർ റിലീസിംഗ് എനർജി ഈസ് ടേംഡ് ആസ് കെമിക്കൽ ചേഞ്ച്. കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് പെർമനന്റ് ആണ്. ഇറ്റ്സ് എ പെർമനന്റ് ചേഞ്ച്. പദാർത്ഥങ്ങൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ രാസമാറ്റം എന്ന് പറയുന്നത്. രാസമാറ്റം എന്താണ്? അതൊരു സ്ഥിരം പെർമനന്റ് ആയിട്ടുള്ള മാറ്റമാണ്. എക്സാമ്പിൾസ് നോക്കിക്കോ. അയൺ റസ്റ്റിംഗ്, ഇരുമ്പ് തുരുമ്പിക്കുന്നു. ബേണിംഗ് വുഡ്, വുഡ് കത്തുന്ന സമയത്ത് അത് ചാരമായിട്ടാ മാറുന്നത്. മെറ്റബോളിസം, അതായത് ഡൈജഷൻ, റെസ്പിറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ദഹനം, അതൊക്കെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന മാറ്റങ്ങളല്ലേ? അതൊക്കെ എന്താണ്? പെർമനന്റ് ചേഞ്ചസ് ആണ്. കുക്കിംഗ് എഗ്, ബ്രേക്കിംഗ് എഗ് ഫിസിക്കൽ ചേഞ്ചാ. എന്നാൽ കുക്ക് ചെയ്തു, നമ്മൾക്കിപ്പോ പുതിയൊരു സാധനം ഉണ്ടായി, അല്ലെ? മുട്ട മാറി ഇപ്പൊ ഓംലേറ്റ് ആയി. അപ്പൊ അതെന്താണ്? കെമിക്കൽ ചേഞ്ച് ആണ്. ബേക്കിംഗ് എ കേക്ക്, ഇലക്ട്രോപ്ലേറ്റിംഗ്, റോട്ടിംഗ് ബനാന, അല്ലെ? ഫയർ വർക്ക്സ്, കെമിക്കൽ ബാറ്ററി, ഇതൊക്കെ എന്തായിട്ട് പറയാം? നമുക്ക് കെമിക്കൽ ചേഞ്ചസിന്റെ എക്സാമ്പിൾ ആയിട്ട്. അപ്പൊ ഒന്ന് ഓർത്താൽ മതി, കെമിക്കൽ ചേഞ്ച് നടന്നാൽ പുതിയ പദാർത്ഥമായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് ഉത്തരങ്ങൾ എഴുതുക. ഓൾ ദ വെരി ബെസ്റ്റ്.